ആ ഗെയിൽ പൈപ്പ് ലൈനിന്റെ പൂർത്തീകരണം നടക്കും എന്ന് ആരെങ്കിലും കരുതിയോ? 5400 കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ്. നമ്മുടെ ഈ കേരളത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളിക്ക്, സാധാരണ വീട്ടിൽ പാചകവാതകം ഉപയോഗിക്കുന്നവർക്ക്, പ്രകൃതി സൗഹൃദമായ തരത്തിൽ വാഹനങ്ങളിൽ വാതകം ഉപയോഗിക്കുന്നവർക്ക് എല്ലാം ചെലവ് കുറഞ്ഞ ഇന്ധനം ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഏത് പരിഷ്കൃത സമൂഹത്തിന്റെയും വികസനത്തിന്റെ അടിത്തറയാണ് ഭൂമിക്കടിയിലൂടെ സ്ഥാപിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രകൃതിവാതക പൈപ്പ് ലൈനുകൾ. ആ പൈപ്പ് ലൈനല്ലേ ഇവിടെ യാഥാർത്ഥ്യമായത്. അതിനെതിരായി സമരം നടന്നല്ലോ. ആ സമരത്തെ പ്രകീർത്തിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഇവിടെ ആളുണ്ടായല്ലോ. ചെന്നിത്തലയുടെ സുഹൃത്ത് സുധീരൻ ആ സമര കേന്ദ്രങ്ങളിൽ സജീവ സാന്നിധ്യമായി നിന്നല്ലോ. വലിയ തോതിലുള്ള അക്രമങ്ങൾ കെട്ടടിച്ചുവിടാൻ ശ്രമിച്ചല്ലോ. എല്ലാത്തിനും അപ്പുറത്ത് ിറക്കി അത് തടയാൻ UDF ശ്രമിച്ചു. ഇപ്പോ അതിന്റെ പ്രവർത്തനം തുടങ്ങി. ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു. എല്ലാവരും റോട്ടിലാകുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച അതിന്റെ നഷ്ടപരിഹാര തുക ഓരോ പ്രദേശത്തും വിതരണം ചെയ്തു. എത്ര വിതരണം ചെയ്ത്? 1 കോടിയിലേറെ രൂപ, 1.5 കോടി രൂപ, 2 കോടി രൂപ, കോടിക്കണക്കിന് രൂപയാണ് നഷ്ടപരിഹാരമായിട്ട് വിതരണം ചെയ്തത്. യഥാർത്ഥ വിലയുടെ ഇരട്ടി സാധാരണക്കാരന് കിട്ടുന്ന തരത്തിൽ വലിയ തുകകളല്ലേ വിതരണം ചെയ്തത്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും വലിയ സമരം നടന്നത്. ഈ തുക വിതരണം ചെയ്യുന്ന യോഗത്തിൽ നമ്മുടെ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ, നമ്മുടെ മന്ത്രി KT ജലീൽ, ഇവരൊക്കെ ഇത് വിശദീകരിക്കുകയാണ്. ഈ ചെന്നിത്തലയെ വിശ്വസിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ആൾക്കാർക്ക് ബോധ്യപ്പെട്ടു. ഇടതുപക്ഷക്കാർ കൊടി പിടിക്കും. വികസന നായകന്മാർ UDF. ആ കള്ളപ്രചരണത്തിന്റെ മുഖം മൂടി അഴിഞ്ഞുകൂടില്ലേ? ഓരോ മേഖലയിലും നമ്മൾ കുതിച്ചു മുന്നോട്ട് പോവുകയല്ലേ? ഏറ്റവും മികച്ച വിദ്യാലയങ്ങൾ കേരളത്തിൽ, ലോകവിസ്മയം പോലെ വിദ്യാഭ്യാസ നവീകരണത്തിന്റെ ഒരു നല്ല കാലം. അയൽപ്പക്കത്തെ സ്കൂളുകൾക്ക് മികച്ച കെട്ടിടങ്ങൾ, സമ്പന്നന്റെ കുട്ടികൾ 10,000-ഉം അതിനു മുകളിലും പ്രതിമാസം നൽകി അവർക്ക് മാത്രം ലഭ്യമായിക്കൊണ്ടിരുന്ന മികച്ച വിദ്യാഭ്യാസം സാധാരണക്കാരന്റെ കുട്ടിക്ക് വിരൽത്തുമ്പിൽ എത്തിച്ചു കൊടുക്കുന്ന സ്മാർട്ട് ക്ലാസ് മുറികളുമായി വിസ്മയം പോലെ കേരളം ഉദിച്ചുയർന്നു. ആരോഗ്യ സംവിധാനത്തിന്റെ നവീകരണത്തിന്റെ കേരള മാതൃക കോവിഡ് മഹാമാരിയുടെ മുന്നിൽ ആശ്വാസത്തിന്റെ തണുപ്പായി മനുഷ്യരനുഭവിച്ചു. വീടില്ലാതെ കിടന്ന മനുഷ്യർ അവരുടെ ജീവിത സ്വപ്നം എന്നുള്ള നിലയിൽ
ഒരു വീട് ആഗ്രഹിച്ചപ്പോ 2.5 ലക്ഷം പേർക്ക് സാമാന്യ മികച്ച സൗകര്യങ്ങളുള്ള വീടുകൾ ലഭിക്കുന്ന പദ്ധതിയുടെ പൂർത്തീകരണം ഉണ്ടായി കേരളത്തിൽ. ബാക്കിയുള്ള ഭവനരഹിതർക്കും വീട് നൽകാനുള്ള മുൻകൈ സംസ്ഥാന ഗവൺമെന്റ് എടുക്കുകയാണ്. നാനാ മേഖലകളിലെ ഈ കേരള മുന്നേറ്റം നമ്മുടെ സംസ്ഥാനത്തിന് കുറെ കൂടി വിപുലമായ തരത്തിൽ പുരോഗതി കൈവരിക്കാൻ സഹായകരമായ പശ്ചാത്തലമൊരുക്കി. ഭാവിയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളിലേക്ക് കേരളം നീങ്ങി. ഇന്നത്തെ ലോക പ്രത്യേകത അടിസ്ഥാന സൗകര്യ മേഖലകളിൽ, സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിൽ, പൊതുവിതരണ സമ്പ്രദായത്തിൽ, പൊതുവിദ്യാഭ്യാസത്തിൽ, പൊതുജന ആരോഗ്യ മേഖലയിൽ ഗവൺമെന്റ് പണം നിക്ഷേപിക്കില്ല എന്നതാണ്. ആ ലോക പ്രത്യേകതകളുടെ നേരെ എതിർദിശയിൽ കേരളം നടത്തിയ പ്രവർത്തനങ്ങളാണ് വിസ്മയകരമായ മാറ്റങ്ങളായി നമ്മുടെ സമൂഹത്തിൽ പ്രതിഫലിച്ചത്. സംസ്ഥാന ഗവൺമെന്റിന്റെ വരുമാനത്തിൽ കേന്ദ്രം കൈയിട്ട് വാരിയ കാലമാണ്. ഭരണഘടനയുടെ ഫെഡറൽ മൂല്യങ്ങൾക്കപ്പുറത്ത് നികുതി ഘടനയിൽ GST നടപ്പിലാക്കി സംസ്ഥാനങ്ങളുടെ വരുമാനത്തിന് പരിധി നിശ്ചയിച്ച ഒരു കാലമാണ്. ആ GST തന്നെ കൃത്യമായി കുടിശ്ശിക കേരളത്തിന്, സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകാത്ത ഒരു കാലമാണ്. എങ്ങനെയാ വികസന പ്രവർത്തനം നടത്തുക? ഭരണകൂടം മൂലധന നിക്ഷേപത്തിൽ നിന്നും പിന്മാറുന്ന ഒരു കാലത്ത് അടിസ്ഥാന സൗകര്യ വിപുലീകരണം ഉണ്ടാവുമോ? സംസ്ഥാനങ്ങളുടെ വരുമാന സ്രോതസ്സുകൾ കേന്ദ്രം തട്ടിയെടുക്കുന്ന ഒരു കാലത്ത് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? അവിടെയാണ് കേരളം വലിയ മാറ്റം ഉണ്ടാക്കിയത്. 54,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുമായി കിഫ്ബി മുന്നോട്ട് വന്നു. കിഫ്ബിയുടെ ആഭിമുഖ്യത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കാത്ത ഒരു പ്രദേശം നമ്മുടെ നാട്ടിലുണ്ടോ? എത്ര സ്കൂളുകൾക്കാണ് ഇവിടെ പുതിയ ക്ലാസ് മുറികൾ ഉണ്ടായത്? നമ്മൾ ഓരോ ദിവസവും പത്രങ്ങളിൽ കണ്ടില്ലേ? പഴയ സ്കൂളും പുതിയ സ്കൂളും താരതമ്യം ചെയ്തുകൊണ്ടുള്ള ചിത്രങ്ങൾ കണ്ടില്ലേ? 100 കണക്കിന് സ്കൂളുകൾ ഉദ്ഘാടനം ചെയ്തില്ലേ? വലിയ തിരക്കുള്ള കവലകളിൽ കേരളത്തിൽ ഇപ്പം നോക്കിയാൽ കാണാൻ കഴിയും. ഫ്ലൈ ഓവറുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡുകളുടെ വീതി കൂട്ടൽ, ശുദ്ധജല പദ്ധതികളുടെ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മലയോര ഹൈവേ, തീരദേശ ഹൈവേ, ജനങ്ങൾക്ക് വേണ്ട വികസനത്തിന് ആവശ്യമായ തരത്തിൽ അടിസ്ഥാന സൗകര്യ വിപുലീകരണം നടത്താനുള്ള മൂലധനം കണ്ടെത്തി ഗവൺമെന്റ് മുന്നോട്ട് പോയി. ഇതൊന്നും കേരളത്തിൽ നടക്കില്ല. ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും 30,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. വിഭവം സമാഹരിക്കുന്നു. ആ വിഭവ സമാഹരണത്തിന് സഹായകരമായ രൂപത്തിൽ സംസ്ഥാന വരുമാനത്തെ വലിയ പ്രളയം വന്നു. ലോകം നോക്കുമ്പോ പ്രളയജലത്തിൽ മുങ്ങിയ കേരളം മനുഷ്യരെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട്
ആ പ്രളയം നടന്ന നാടിനെ പ്രയാസങ്ങളിൽ നിന്ന് വിമുക്തമാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ആരെയെങ്കിലും സഹായിക്കാതിരുന്നോ? മഹാമാരിയുടെ മുന്നിൽ ലോകമാണ് നിശ്ചലമായത്. തെളിമയുടെ നീരൊഴുക്ക് കണ്ട ഏക സ്ഥലം ഈ കേരളമാണ്. ഓരോ മലയാളിയുടെയും അഭിമാന മുഹൂർത്തമാണ്. ഈ നാടിന് ലോകവിസ്മയം പോലെ ചിലത് ചെയ്തു തീർക്കാനായി എന്ന് തിരിച്ചറിഞ്ഞ സന്ദർഭമാണത്. നമ്മുടെ നാട്ടിൽ ഉയർന്നു പാറുന്ന ചെങ്കൊടികളും പുരോഗമന ആശയങ്ങളും മനുഷ്യനന്മയുടെ പ്രത്യയശാസ്ത്രങ്ങളും പാവപ്പെട്ട മനുഷ്യന്റെ പ്രതിരോധവും സമന്വയിപ്പിച്ചുകൊണ്ട് ദശാബ്ദങ്ങളുടെ പോരാട്ടത്തിലൂടെ ഈ മലയാളി ആർജിച്ച കരുത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രൂപത്തിൽ ഉപയോഗിക്കുന്ന കാഴ്ചയ്ക്ക് ഈ കേരളം സാക്ഷിയായി. ഈ മനുഷ്യ മഹാനന്മയെ തല്ലിക്കെടുത്താൻ വേണ്ടി ചിലരിപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ഈ നല്ല മാതൃകകളെ മുന്നോട്ട് കൊണ്ടുപോകരുത്, അതിന്റെ അസ്തമയം ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന ഒരു പ്രതിപക്ഷം ഇപ്പൊ കേരളത്തിലുണ്ട്. വർഗീയ സംഘർഷത്തിന്റെ കലാപഭൂമിയിൽ നിന്ന് അധികാരത്തിന്റെ വഴികൾ വെട്ടിത്തെളിയിക്കാം എന്നാഗ്രഹിച്ചവർ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയ ഒരു സന്ദർഭത്തിൽ ദുർബല ജനവിഭാഗങ്ങളെ പ്രാന്തവൽക്കരിക്കത്തക്ക രൂപത്തിൽ എടുത്ത നിലപാടുകൾക്കെതിരായി, ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകൾക്കെതിരായി പൗരന്മാരെ പലതരത്തിൽ വേർതിരിക്കുന്ന നിയമങ്ങൾക്കെതിരായി മനുഷ്യനെ ഒന്നിപ്പിക്കുന്ന ശക്തമായ നിലപാട് കേരളം സ്വീകരിച്ചു. കേരളത്തിൽ വികസന പ്രവർത്തനം നടക്കുമ്പോൾ പ്രതിപക്ഷം വിഷമിക്കണോ? മഹാമാരിയുടെ കാലത്ത് ജനങ്ങൾ പട്ടിണി കിടക്കാതെ മാസങ്ങളോളം മറ്റിതര ഭക്ഷ്യവിഭവങ്ങളും കിറ്റുകളായി നൽകുന്നതിനെ കണ്ട് പ്രതിപക്ഷം വിഷമിക്കണോ? സമ്പന്നന്റെ കുട്ടി പഠിക്കുന്ന സൗകര്യങ്ങൾ കർഷകത്തൊഴിലാളിയുടെ കുട്ടിക്ക് ലഭിക്കുമ്പോ അതിൽ ആഹ്ലാദിക്കുന്നതിന് പകരം അസൂയ കാണിക്കണോ ശ്രീ രമേശ് ചെന്നിത്തല? എങ്ങനെയാ കാര്യങ്ങൾ പോകുന്നത്? എന്താ രീതി? ഗവൺമെന്റ് എല്ലായിടത്തും എല്ലാ സന്ദർഭത്തിലും ജനതാൽപര്യങ്ങളാണ് ഉയർത്തിപ്പിടിച്ചത്. അതിനിടയിൽ അത്ര നല്ലതല്ലാത്ത ചില സംഭവങ്ങൾ കേരളത്തിലുണ്ടായി. എയർപോർട്ടിലൂടെ ഒരു സ്വർണ്ണക്കള്ളക്കടത്തുകൾ ധാരാളം നടക്കാറുണ്ട്. ഇവിടെ നടന്ന ഒരു സ്വർണ്ണക്കള്ളക്കടത്തിൽ ചില ഉദ്യോഗസ്ഥന്മാർക്ക് കൂടി അവർക്ക് പരിചയമുള്ള കുറ്റത്തിന്റെ നാനാ ഭാഗങ്ങൾ അനാവരണം ചെയ്യാൻ സഹായകരമായ തരത്തിലുമുള്ള അന്വേഷണത്തിന് വേണ്ടിയാണ് കേരള ഗവൺമെന്റ് നിലയുറപ്പിച്ചത്. ആരെയും എന്തെങ്കിലും കുറ്റം ചെയ്ത ആരെയും സംരക്ഷിക്കുന്ന നിലപാട് കേരള ഗവൺമെന്റോ കേരളത്തിലെ മുഖ്യമന്ത്രി സഖാ പിണറായി വിജയനോ സ്വീകരിച്ചു എന്ന ഒരാക്ഷേപവും ആർക്കും പറയാൻ കഴിയാത്ത രൂപത്തിൽ സംസ്ഥാന ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചു.
കാരണം പിണറായി മുഖ്യമന്ത്രിയായ കേരളത്തിൽ നമ്മുടെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതൃത്വത്തിൽ ആരും ആ നിലയിലുള്ള തെറ്റുകൾ ചെയ്യില്ല എന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഏതുതരം അന്വേഷണമാകാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷെ പിന്നീട് നമ്മൾ കണ്ട എന്താ, സ്വർണ്ണ കള്ളക്കടത്തിന്റെ നാനാർത്ഥങ്ങൾ കണ്ടെത്തി സത്യം തെളിയിക്കുന്നതിന് പകരം ഡൽഹിയിൽ നിന്ന് ഏജൻസികൾ, കേന്ദ്ര ഏജൻസികൾ ഘോഷയാത്രയായി കേരളത്തിലേക്ക് വരും. ഘോഷയാത്രയായി കേരളത്തിലെത്തിയ കേന്ദ്ര ഏജൻസികൾ കുറ്റാന്വേഷണത്തിന് പകരം സംസ്ഥാന ഗവൺമെന്റിന് നേരെ അതിന്റെ പ്രവർത്തനത്തെ തിരിച്ചുവിടുന്നു. പിന്നെ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ ആളെ കണ്ടുപിടിക്കുന്ന കാര്യം ഒഴിവാക്കി ഭരണനിർവഹണത്തെയും ഭരണനിർവഹണ അധികാരത്തെയും അതിലംഘിക്കുന്ന തരത്തിൽ എത്ര അന്വേഷണമാണ് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തുമ്പ് കിട്ടണ്ടേ? യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്താനുള്ള മുൻഗണനകൾ വെച്ചുകൊണ്ട് അന്വേഷണം നടത്തണ്ടേ? അതുണ്ടായില്ല. വഴി തെറ്റിച്ച് സർക്കാരിനെതിരായി തിരിച്ചു. ചില പ്രത്യേക ലക്ഷ്യത്തോടുകൂടി ഈ സംസ്ഥാന ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ പറ്റുന്ന തരത്തിൽ കാര്യങ്ങൾ നീക്കാനാകുമോ എന്ന നിലയ്ക്ക് എഴുന്നേറ്റിട്ട് കൊണ്ടുപോകുന്നതിന് നമ്മൾ സാക്ഷികളാണ് എല്ലാ ദിവസവും. പിന്നെ ഓരോ ദിവസവും പറയുന്ന സ്ഥിതി. പല ഏജൻസി വന്ന് ഒരു കാര്യം അന്വേഷിച്ചാൽ പലതായിട്ടാ പറയാം. ഇവിടെ ഒരു ലോക്കറിൽ 1 കോടി രൂപ ഇരിക്കുന്നു. എവിടെ എത്തി? ഒരു ഏജൻസി പറയുന്നു കേസിന്റെ ഭാഗമായ ഒരു വനിതയ്ക്ക് സ്വർണ്ണക്കള്ളക്കടത്തിന്റെ ഭാഗമായി
കിട്ടിയ പണമാണ് ആ പണം. അതാണ് ഒരു ഏജൻസി പറയുന്നത്. മറ്റൊരു ഏജൻസി പറയുന്നെന്താ, ഈ പണം വടക്കാഞ്ചേരിയിലെ ലൈഫ് ആരാ സംരക്ഷിക്കപ്പെടുക? സ്വർണ്ണക്കള്ളക്കടത്ത് വഴി കിട്ടിയ പണം മറ്റു രീതിയിൽ വന്നതാണ് എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസി പറഞ്ഞാൽ ആരാ രക്ഷപ്പെടുക? നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ഇതേ പണം ഓരോ ദിവസവും വളരെ ുള്ള അന്വേഷണമാണ് ഇവിടെ നടക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരൊറ്റ വിഷയത്തിലെ വിചിത്രമാർന്ന വിവിധ ഏജൻസികളുടെ വ്യത്യസ്തങ്ങളായ പ്രസ്താവനകൾ. അപ്പോഴാണ് കാര്യങ്ങൾ തെളിഞ്ഞു വന്നത്. ഇവർക്ക് സ്വർണ്ണക്കള്ളക്കടത്തേരെ പിടിക്കണ്ട, രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയുള്ള പെരുമാറ്റമാണ്. അപ്പുറത്തെ UDF ആ നിലയിൽ തന്നെ തെറ്റായ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ലൈഫ് മിഷൻ എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. മികവാർന്ന തരത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ മുൻകൈയിൽ ബഹുജന പങ്കാളിത്തത്തോടു കൂടി നടക്കുന്ന നല്ലൊരു പ്രവർത്തനമാണ്. പല ആളുകൾ സഹായിച്ചു. കൂട്ടത്തിൽ വിദേശത്ത് നിന്ന് കിട്ടിയ അതിനെ ബാക്കി കാര്യങ്ങളിൽ സഹായിക്കണം. സർക്കാരിന്റെ അല്ല, ഒരു കോൺഗ്രസ് MLA, കോൺഗ്രസ് ഐക്കാർക്ക് ഏറ്റവും സ്നേഹം നരേന്ദ്രമോദിയുടെ കേന്ദ്ര ഗവൺമെന്റിലാണ് വിശ്വാസം. അവിടെ നേരെ ഒരു അരുചി CBI അന്വേഷിക്കണം. ഈ CBI അന്വേഷിക്കണമെങ്കിൽ അതിന് ഭരണഘടന അതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളില്ലേ? കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി എന്നൊക്കെ പറയുന്ന കോടതികൾ, അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ്, ഇവരൊക്കെ ആവശ്യപ്പെടുമ്പോഴല്ലേ ഒരു CBI അന്വേഷണം? കോൺഗ്രസിന്റെ MLA കത്തയച്ചാൽ അപ്പൊ CBI വരുമോ? വരില്ലല്ലോ. എന്നാൽ അപ്പൊ ഒന്നല്ലോ കേരളത്തിലൊരു CBI, ഒരു കത്തിനൊരു CBIയോ? നമുക്കൊക്കെ അനുഭവം തോന്നിയല്ലോ. ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ട് വന്നോ? വന്നില്ലല്ലോ. ആ CBI കോൺഗ്രസ് MLA കത്ത് കിട്ടിയാൽ അപ്പൊ പുറപ്പെടുക, പെട്ടി അവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നോ? കാര്യം വ്യക്തമായില്ലേ? രാഷ്ട്രീയമായ ഉപയോഗപ്പെടുത്തലാണ്. വന്ന CBI പിന്നെ നടത്തിയ പ്രവർത്തനം എന്താ? കേരളത്തിലെ എല്ലാ സർക്കാർ ഓഫീസിലും കയറല. പിന്നെതാ വരുന്നു ED,
അതിന്റെ പ്രവർത്തന പരിധിയിലൂടെയാണോ കാര്യങ്ങളെ നീക്കിയത്? നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ പലവിധ വികസന പ്രവർത്തനങ്ങളുണ്ട്. അതെല്ലാം ലക്ഷ്യബോധമുള്ള പ്രവർത്തനങ്ങളാണ്. K4 എന്ന് പറയുന്ന ഒരു പദ്ധതി, ലൈഫ് മിഷൻ എന്ന് പറയുന്ന പദ്ധതി, നമ്മുടെ വ്യത്യസ്ത സാങ്കേതിക വിദ്യകളുടെ ശരിയായ വിന്യാസം, വൈദ്യുതി ഉപയോഗിച്ചുള്ള ബസ് സർവീസുകൾ ആരംഭിക്കുന്ന പ്രവൃത്തി, അങ്ങനെ വ്യത്യസ്തങ്ങളായ പരിപാടികൾ സംസ്ഥാന ഗവൺമെന്റ് ഇവിടെ പ്രഖ്യാപിക്കുന്നു. ഇതൊക്കെ വന്നാൽ ഈ ആധുനിക കാലമല്ലേ, K4 വന്നാൽ ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസത്തിനൊക്കെ സാങ്കേതികത ഉപയോഗിക്കുന്ന ഈ കാലത്ത് അത് വന്നാൽ നമുക്ക് എല്ലാവർക്കും ചെലവ് കുറയുന്നില്ലേ? വിവര സാങ്കേതിക വിദ്യ ആർജിക്കാനുള്ള നമ്മുടെ ചെലവ് കുറയുന്നു. നവീന സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം നമുക്ക് നല്ല നിലയിൽ നടത്താൻ കഴിയുന്നു. കോർപ്പറേറ്റ് താല്പര്യങ്ങളുടെ താഴെ നിൽക്കാനല്ല, അവരുടെ ചൂഷണത്തെ മുറിച്ച് കടക്കാൻ കഴിയുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് മുൻകൈ നടക്കണം. അത് ഓരോന്നും നടപ്പിലാക്കാതിരിക്കാൻ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചു. അതിന്റെ ഒക്കെ ഫയലോട്ട്, ലൈഫിന്റെ ഫയലോട്ട് ചെല്ലാനാ പറയുന്നത്. എത്ര പഞ്ചായത്തിലാ സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരത്തിൽ കയ്യേറാൻ പറ്റുമോ കേന്ദ്ര ഏജൻസിക്ക്? ഇവിടെ ചെന്നിത്തല പുറത്തു നിൽക്കുന്നുണ്ട്, അദ്ദേഹം ചെയ്യുന്ന ഇതിനൊക്കെ പിന്തുണ. ആരെങ്കിലും കേരളത്തിലെ വിദ്യാഭ്യാസ നവീകരണ പ്രവർത്തനങ്ങളെ എതിർക്കുമോ? ആരെങ്കിലും എതിർക്കുമോ? ഡിജിറ്റൽ ക്ലാസ് മുറികൾ ഉണ്ടാക്കുക, മികവാർന്ന തരത്തിൽ അത് കുട്ടികൾക്ക് ഉപയോഗപ്രദമാക്കുക. 10,000-കണക്കിന് ക്ലാസ് മുറികൾ നമ്മൾ ഉണ്ടാക്കി, കുട്ടികളോട് ഓടി ചെന്ന് പഠിച്ച് മെച്ചപ്പെട്ട സൗകര്യം കേരളം കണ്ടതല്ലേ? എന്താ സമീപനം സ്വീകരിച്ച്? ആദ്യം അഴിമതി എന്നാണ്. വളരെ കൃത്യമായ സുതാര്യമായ ഒരു നയാ പൈസയുടെ അഴിമതിയുടെ സാധ്യതയില്ലാത്ത ഒരു കർമ്മ പദ്ധതിയെ ഇങ്ങനെ വിമർശിക്കാൻ, ഇങ്ങനെ എതിർക്കാൻ, ഇങ്ങനെ നശിപ്പിക്കാൻ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കല്ലാതെ മറ്റാർക്കാ കഴിയാ? എവിടെയെങ്കിലും സത്യത്തിന്റെ കണിക വേണ്ടേ? ശ്രീ ചെന്നിത്തലയുടെ പ്രതിദിന പത്രസമ്മേളനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് സത്യവിരുദ്ധ വാർത്തകളുടെ ഉൽപാദന കേന്ദ്രമാണ് എന്നതാണ്. സത്യത്തോട് ബഹുമാനമില്ലാത്ത ഒരാളാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. അതുകൊണ്ടാണല്ലോ കുട്ടികളുടെ ഈ ഡിജിറ്റൽ ക്ലാസ് മുറിയുടെ പദ്ധതിയെ അദ്ദേഹം എതിർത്തത്. ഇപ്പൊ കിഫ്ബിയുമായി ബന്ധപ്പെടുത്തി മറ്റതൊക്കെ ഓരോ നല്ല പ്രവർത്തനത്തെ എതിർക്കുക, കോർപ്പറേറ്റ് താല്പര്യങ്ങളെ സംരക്ഷിക്കുക. ഇപ്പൊ കേരളത്തിൽ കുറച്ച് ഉദ്ഘാടനങ്ങൾ നടന്നു. ഇപ്പൊ ഓരോ ദിവസവും നിരവധി ഗ്രാമങ്ങളിൽ 140 നിയോജകമണ്ഡലങ്ങളിലും വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം. ജനങ്ങൾ ആഘോഷപൂർവ്വത്തില്ല അവരുടെ പങ്കാളിത്തം. അത്യാഹ്ലാദപൂർവ്വം കേരളം കിഫ്ബി പൂർത്തീകരിക്കണം എന്ന ഒരു പൊതുബോധം, നമുക്കിങ്ങനെയൊക്കെ ചെയ്യാനാകുമെന്ന ആത്മവിശ്വാസം. അപ്പൊ ചെന്നിത്തല വരുന്നു, അതിനെതിരായിട്ട് കേന്ദ്ര ഏജൻസി വരുന്നു, നമ്മുടെ CNDG പറഞ്ഞ് വന്നിട്ട് അതിനെ കലക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ നാട്ടിൽ ഭരണഘടനാപരമായി
സംസ്ഥാന ഗവൺമെന്റിന്റെ കണക്കുകളൊക്കെ പരിശോധിക്കുന്നത് സംബന്ധിച്ച്, കേന്ദ്ര ഗവൺമെന്റ് കണക്കുകൾ പരിശോധിക്കുന്നത് സംബന്ധിച്ച്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുന്നത് സംബന്ധിച്ചൊക്കെയുള്ള വ്യവസ്ഥാപിതമായ സമീപനങ്ങളുണ്ട്. കിഫ്ബി എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു കമ്പനിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ വരവും ചെലവും പ്രവർത്തനവും സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നിയമസഭയിൽ സമർപ്പിക്കും. അങ്ങനെ പരിപാടി. പൊതുമേഖലാ സ്ഥാപനങ്ങളെ നമ്മളൊക്കെ പൊതുമേഖലയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നത് തന്നെ അതിന്റെ ചിലവുമായി ബന്ധപ്പെടുത്തിയ പരിശോധനകൾ നടത്തി റിപ്പോർട്ട് പാർലമെന്റിലോ നിയമസഭയിലോ സമർപ്പിക്കും എന്നുള്ളത് കൊണ്ടാണ്. കിഫ്ബി സംബന്ധിച്ചുള്ള പ്രവർത്തന റിപ്പോർട്ടുകൾ യഥാസമയം സമർപ്പിച്ചിട്ടില്ലേ? അത് സർക്കാർ സഹായത്തിന് മാത്രം പ്രവർത്തിക്കുന്നതല്ല, പുറത്തുനിന്ന് വിഭവം സമാഹരിക്കുന്ന ഒരു സ്ഥാപനമാണ്. സ്വാഭാവികമായിട്ടും ആ ഇന്റേണൽ, അതിനകത്തുള്ള പരിശോധന ഇന്റേണൽ ഓഡിറ്റിംഗ് ഉണ്ട്. അതിന് പുറമെ CNDAG അത് പരിശോധിക്കാനുള്ള അവസരവുമുണ്ട്. പോരെ?